ഇതാണ് മൂട്ടിൽപ്പഴം. കാട്ടിലെ വിശിഷ്ടമായ ഗോത്രവർഗ്ഗക്കാരുടെ മരുന്നാണ് മൂട്ടിപ്പഴം. ഇത് യഥേഷ്ടവും നല്ല സ്വാദിഷ്ടവുമായ പഴമാണ്. മലയക്കുടിയിൽ ബേബിച്ചേൻ്റെ വസതിയിലുള്ളതാണ്. ഇതിൻ്റെ ബഡ് തൈകൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നതാണ്, ലഭ്യമാണ്. വിത്ത് തൈകളും ഇതിൻ്റെ കൂടെ വിൽക്കപ്പെടും. അതിലും വിശിഷ്ടമാണ് ബഡ് തൈ. ബഡ് തൈ യഥേഷ്ടം നമ്മുടെ നേഴ്സറിയിൽ കിട്ടുന്നതാണ്. ഒരു നിമിഷം നമുക്ക് ബേബിച്ചേട്ടനോട് ചോദിക്കാം ഇതിനെക്കുറിച്ച്. ഈ മരം നമ്മളിവിടെ വെച്ചിട്ട് എത്ര വർഷമായി? ഇതൊരു 15-20 വർഷമായിട്ടുണ്ട്. ഇത് 20 വർഷമായിട്ട്. ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ മരം 45 വർഷം കഴിഞ്ഞു. ഓ അല്ലേ? 45 കൊല്ലം മുമ്പേ ഇത് ഇവിടെ ഉണ്ട്. ഓ അല്ലേ? ചേട്ടന് വനത്തിൽ നിന്ന് കൊണ്ട് വെച്ചതാണ്. ചേട്ടൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു വനത്തിൽ നിന്ന്. പിന്നെ അത് അന്യം നിന്ന് പോയായിരുന്നു. ഓ അല്ലേ? ഇതിപ്പോൾ വളരെയധികം ഔഷധ ഗുണം കൊണ്ട് ഇത് ഒത്തിരി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് റിസർച്ചുകൾ. ഇതിൻ്റെ ഇല, വേര്, തണ്ട് എല്ലാം മരുന്നാണ്. ഇതൊക്കെ ഈ തമിഴ്നാട്ടിലെ കർണാടകത്തിലെ കോളേജ് പ്രൊഫസർമാർ റിസർച്ച് നടത്തിങ്ങനെ. കൊളസ്ട്രോളും ഷുഗറിനുള്ള ഇതിപ്പം പഴം പാകമായതാണോ? ഏകദേശം 1 മാസം പിടിക്കും. ഓ അല്ലേ? പാകമായ മരം നമുക്ക് വേറെ ഉണ്ടോ പഴമായിട്ട്? എത്ര മരം നമുക്ക് പഴമായിട്ടുണ്ട് ഇവിടെ? ഒരു 50 മരത്തോളം കാച്ചു നിൽക്കുന്നുണ്ട്. മൊത്തം ഒരു 350-400 മരത്തിനടുത്തുണ്ട് ഈ പറമ്പിൽ മൊത്തം ഉണ്ട്. എന്നുവെച്ചാൽ ഈ മറ്റ് മരങ്ങളുടെ ഇടവിളയായിട്ട് അത് കൃഷി ചെയ്യണം. ഇത് എത്ര വർഷമായിട്ടാണ് കായ്ക്കുന്നത്? ഒരു പൊതുവേ 4 വർഷം തൊട്ട് കാച്ചു തുടങ്ങും. എന്നാൽ ഹൈ റേഞ്ച് ഭാഗത്തേക്ക് 3-ാം കൊല്ലം കായ്ക്കും. ഓക്കെ. ഈ പഴത്തിന് മാർക്കറ്റിൽ എന്ത് റേറ്റ് ഉണ്ട്? മാർക്കറ്റിൽ കിലോയ്ക്ക് 150 വരെ 200 വിലയുണ്ട്. ഇതിൻ്റെ ഔഷധ ഗുണം അറിഞ്ഞാൽ പിന്നെ അത് 2019 അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി വന്നായിരുന്നത്. അത് കഴിഞ്ഞ പിന്നെയാണ് ഇതിൻ്റെ കൂടുതൽ പ്രാധാന്യമുള്ളത്. വളരെ പലരുമൊക്കെ ഈ മരങ്ങൾ പഴം കൂടുതൽ വെട്ടിക്കളയായിരുന്നു. ഞങ്ങൾ അന്നൊരു 100 മരം വെച്ചായിരുന്നു. അതുകൊണ്ടാണ് ഈ മന്ത്രി വന്നത്, കൃഷിയായിട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഇടയായിട്ടൊരു അവാർഡ് ഏതാണ്ട് കിട്ടിയായിരുന്നല്ലോ പഴയരിയിൽ നിന്നും. അത് നമ്മുടെ മണ്ടപ്പുറം സ്കൂളിലെ പഴയ അധ്യാപകനായിരുന്നു. അദ്ദേഹം റിട്ടയർഡ്. തൊഴിൽ ജൂബിലിയുടെ അടുത്താണ്. അവിടെ നമ്മളൊരു തൈ വെച്ചിട്ടുണ്ടല്ലേ? അദ്ദേഹത്തിൻ്റെ ഇവിടെ അടുത്തുണ്ടാകുന്ന വീട്ടിൽ 2 മരം ബഡ് ചെയ്ത് കൊടുത്തായിരുന്നു. 2 നിറയെ കാച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അറിയാം. ഇതിൻ്റെ ഔഷധ ഗുണവും ഇതിൻ്റെ അന്യം നിന്നുകൊണ്ട് ഈ പഴവർഗ്ഗമാണ്. അതുകൊണ്ട് സാറ് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി സാറിൻ്റെ ഒരു സന്മനസ്സോടുകൂടിയാണ് തൊടുപുഴ ജൂബിലിയുടെ ഫ്രണ്ടിൽ വലിയ വ്യാപ്തി മരം വെച്ചത്. അങ്ങനെയാണ് ബേബിച്ചേട്ടനെ ആദരിച്ചത്. ഓക്കെ. ഇതിപ്പം നമുക്ക് ഇത് ഏത് മാസത്തിലാണ് ഇതിൻ്റെ വിളവ്? ജനുവരി തൊട്ട് മാർച്ച് വരെയാണ് പൂക്കാലം. ജനുവരി പൂത്ത ജൂൺ ആകുമ്പോഴത്തേക്കും പഴുക്കും ആണല്ലേ? ഇപ്പോൾ ഇത് ഫെബ്രുവരിയിലെ പൂത്ത, അതുകൊണ്ടാണ് ജൂലൈ ആകുമ്പോഴത്തേക്ക്. ചെറുപ്പം മുതലേ എനിക്ക് ഈ പറമ്പുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ബേബിച്ചേട്ടൻ്റെ ചേട്ടൻ്റെ മകൻ ബിബിനുമായിട്ടാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഒത്തിരി പറിച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് മനസ്സിലായില്ലായിരുന്നു. പറിച്ച് കഴിക്കുകയും ചെയ്യും, പറിച്ച് കളയുകയും ചെയ്യും. ബേബിച്ചാച്ചൻ ഒത്തിരി വഴക്ക് പറയാറുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇതിൻ്റെ ഗുണം ബേബിച്ചാച്ചൻ അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. നേഴ്സറിയിലെ തൈ നമ്മൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? എത്ര മാസത്തുള്ള തൈയാണ്? അതൊരു 5 മാസമായ തൈ ഒരു പാക്കറ്റിന് 200 കൊടുക്കുന്നത്. 5 മാസത്തെ തൈ ഒരു പാക്കറ്റിൽ അത് 2 തൈ വരും. ഇതിൽ ആൺമരവും പെൺമരവും ഉണ്ട്. രണ്ടും വേണം താനും. പെൺമരം തന്നെയുള്ളെങ്കിൽ നിറയെ കായ ഉണ്ടാവും, അകത്ത് പഴം ഉണ്ടാവില്ല. സീഡായിട്ട്, അതായത് കായായിട്ടുണ്ടാവും. സീഡ് ഉണ്ടാവില്ല ആൺമരം ഇല്ലെങ്കിൽ. അപ്പോൾ പല കൃഷിക്കാരും വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് വലിയ ആൺമരം പൂത്ത് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ പഴം ഉണ്ടാവും. ഈ നമ്മുടെ അടുത്ത് വേറെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്? മൂട്ടിയാണ് പ്രധാനം. പിന്നെ മറ്റ് വനത്തിലെ ഐറ്റങ്ങളാണ്. കാട്ടും മുന്തിരി, അതുപോലെ പിന്നെ പഴയ പൂച്ചപ്പഴം. ഈ കാട്ടുമുന്തിരി നമുക്ക് കാണാൻ പറ്റുമോ? കാട്ടുമുന്തിരി കായായി വരണേ ഉള്ളൂ. ഓക്കെ. അതിനിപ്പം നമുക്ക് വലിയൊരു വീഡിയോ ആയിട്ട് ഇത് പോവുള്ളൂ. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ചെറിയ വീഡിയോ ചെയ്ത് വരും. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് സിബിൻ ടച്ച് റിവർ എന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. പിന്നെ നല്ല കമൻറ്റുകളും നിങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു.